പല ആളുകളും നിരാശയുടെ പടുകുഴിയിലേക്ക് നിപതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ പൂർണ്ണമായിട്ടും അവർ സംതൃപ്തിയോടെ കാണുന്നില്ല, ഉപയോഗിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ അർഹതയ്ക്കപ്പുറമുള്ളതൊക്കെയാണ് ദൈവം നൽകുന്നത്. മറ്റു പലയിടങ്ങളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ടും ബോധ്യമാവുകയുള്ളൂ. മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളൊന്നിനും വേണ്ടി ധൃതി വെക്കരുത്. ദൈവം സകലതും തക്ക സമയത്ത് നമ്മുടെ കരങ്ങളിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും. ഏലിയാവ് വലിയൊരു പ്രവാചകനാണ്. എങ്കിലും ചില ദിവസങ്ങൾ വളരെ സങ്കുചിതമായ പരിമിതമായ ചുറ്റുപാടിൽ തനിക്ക് പാർക്കേണ്ടി വന്നു. നമ്മളൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, നേരം ചോദിച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതുപോലെ, ഒരു കാക്കയുടെ ചുണ്ടിൽ കൊള്ളുന്ന ആഹാരം രാവിലെയും വൈകിട്ടും ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് അതുകൊണ്ട് മാത്രം ആരോഗ്യം നിലനിർത്തിയ ഒരു കാലം. തനിക്ക് അതിൽ നിരാശ ഉണ്ടായില്ല. ദൈവം തന്നെ മറ്റൊരിടത്തേക്ക് അല്പം കൂടി വിശാലതയിലേക്ക് നടത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യം, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ ഇടയിൽ പെട്ടെന്ന് കോടീശ്വരന്മാരായ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ബമ്പർ ലോട്ടറി ഒക്കെ അടിച്ച്. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ പോലും ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ അല്പം കൂടി ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന തോന്നൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ വായിച്ച വാക്യത്തിന്റെ ഉടമസ്ഥനായ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: പറഞ്ഞു തീരാത്ത ദാനം, അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചോദിക്കാം, എന്താ പൗലോസേ ഇത്രമാത്രം വലിയ ദാനം നിനക്ക് ലഭിച്ചിട്ടുള്ളത്? സ്വന്തമായി ഒരു കമ്പിളി പുതപ്പ് പോലുമില്ലാത്തയാളാണ് പൗലോസ്. സുവിശേഷ രണാങ്കണത്തിൽ ഇറങ്ങി തിരിക്കും മുമ്പ് ബഹുസമ്പന്നനായിരുന്നു അദ്ദേഹം. അന്ന് താൻ അനുഭവിച്ചതിനേക്കാൾ സന്തോഷം ഇപ്പോൾ താൻ അനുഭവിക്കുന്നു എന്നതിനുള്ള തെളിവാണ് കാരാഗ്രഹത്തിലും താൻ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കാരാഗ്രഹത്തിലെ പാട്ട് ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിന്റെ എത്ര വലിയ ശക്തമായ പൂട്ടുകളെയും ഭേദിച്ച് ദൈവശക്തി അവിടെ വ്യാപരിപ്പിച്ച് അവിടെ ചുറ്റുപാടുകളിലുള്ള മുഴുവൻ ആളുകൾക്കും താൻ ഒരു ദൈവ പൈതലാണെന്ന് മനസ്സിലാകത്തക്ക നിലയിൽ അത്ഭുത പ്രവൃത്തി അവിടെ സംഭവിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ തളർന്നു പോയനെയും തകർന്നു പോയനെയും. എന്നാൽ പൗലോസ് കർത്താവിങ്കിലേക്ക് മാത്രം നോക്കി. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. അതെ, ദൈവത്തെങ്കിലേക്ക് നോക്കി നിങ്ങൾ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, നെടുവീർപ്പിടുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ മേലൊക്കെ ദൈവം നിങ്ങൾക്കൊരു സന്തോഷം വെച്ചിട്ടുണ്ട്. അത് തീർച്ചയാണ്. ഞാൻ പലയിടങ്ങളിലും പലരെയും ഉറപ്പിക്കുവാനായി വായിക്കാറുള്ള ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. അത് 126-ാം സങ്കീർത്തനമാണ്. ആരംഭവാക്യങ്ങൾ ഇങ്ങനെയാണ്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വങ്കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള അത്ഭുത വിടുതൽ അനുഭവിച്ച ശേഷം ജനം ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി വിളിച്ചു പറയുകയാണ്: ഞങ്ങളുടെ കഷ്ടതയ്ക്ക് അറുതി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു പുത്തൻ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പോലുമില്ല എന്ന് വരത്തക്ക നിലയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നുവെന്ന് അന്ന് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ ഒരു ദൈവപ്രവൃത്തി, അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുവാൻ ഇന്നും യേശു ശക്തനത്രേ. അതുവരെ നെടുവീർപ്പിട്ടും വിതുമ്മിയും സങ്കടപ്പെട്ടും കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളുടെ വായിൽ ഇപ്പോൾ ചിരിയുണ്ട്, ആർപ്പുണ്ട്. എന്താ കാര്യം? യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. തന്നെയുമല്ല, മറ്റുള്ളവർ അവരെ നോക്കി പറയുകയാ, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ചിലർ പരിതാപം അഭിനയിക്കുന്നുണ്ടാവാം. മുതലക്കണ്ണുനീർ എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ഒരു ആത്മാർത്ഥതയുമില്ലാതെ നിങ്ങളോട് ഇടപെടുന്നുണ്ടാവാം, സ്നേഹം അഭിനയിക്കുന്നുണ്ടാവാം. എന്നാൽ അങ്ങനെ ഉള്ളവർ പോലും വിളിച്ചു പറയത്തക്ക നിലകളിൽ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനത്രേ. ഒന്ന് ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ ഞങ്ങളിൽ വങ്കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു,
അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. എൻ്റെ കണ്ണുനീർ കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. നമ്മുടെ ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. ആരുടെയെങ്കിലും ദുഃഖം കണ്ട് സന്തോഷിക്കുന്ന അനുഭവമുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങളുടെ കണ്ണുനീർ അവൻ്റെ കൈകൊണ്ട് തുടയ്ക്കുക തന്നെ ചെയ്യും. അത്ഭുതങ്ങൾക്കായിട്ട് ദിവസങ്ങൾ കാതോർക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അങ്ങിൽ നിന്ന് ഒരു വലിയ നന്മയും അത്ഭുത പ്രവൃത്തിയും പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതനാമത്തിൽ തന്നെ ആമേൻ.